welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കുർത്തീസ് ആൻഡ് ടോപ്സ് ആണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഏതാണെന്ന് പറയാം. ചില വീഡിയോസിന് താഴെ ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട്, ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ പറയാം. ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് 22 ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതെല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. മാറ്റ് ഫിനിഷാണ്. പിന്നെ അധികം അങ്ങനെ ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് അല്ല കേട്ടോ. ചെറുതായിട്ട് ട്രാൻസ്ഫർ ആവും. എല്ലാം കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ റസ്റ്റ് കളറിലുള്ള കുർത്തിയാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാട്ടോ. ഇവിടെ ഒരു പ്രിൻറ്റും താഴെ വേറെ പ്രിൻറ്റും ആണ് വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്താണെങ്കിൽ ഇങ്ങനെ ഒരു പടി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഇവിടെ ചുരുക്കുണ്ട്. പിന്നെ അറ്റത്ത് ഇങ്ങനെ ടാസൽസ് ഉണ്ട്, ഇങ്ങനെ 2 വള്ളിയിൽ. നമുക്കതവിടെ കെട്ടി വയ്ക്കാം. പിന്നെ നെക്കിൻ്റെ ഇവിടെ വള്ളി കെട്ടാനുണ്ട്. ആൻഡ് അറ്റത്ത് ടാസൽസ് ഉണ്ട്. മാന്ത്രിൻ കോളറാണ്. ഇവിടെ ആണെങ്കിൽ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ സാധാരണ ഫ്ലെയർ വരുന്ന ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ മുകളിലേക്ക് കയറിയിട്ടല്ലേ. ഇതാണെങ്കിൽ ഇങ്ങനെ താഴേക്കായിട്ടാണ് ഫ്ലെയർ പോണേ. ഇത് കണ്ടോ, ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ബാക്കിലും സെയിം ആണ്. ഇത്രയും ലെങ്ത് ഉണ്ട്. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഞാനിവിടെ സൈഡിൽ എല്ലാം സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ഓരോ ജെക്കിൻസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആട്ടോ ഇത് വെയർ ചെയ്യാൻ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 701 റുപ്പീസിനാണ്. ഇത് ഞാനിവിടെ സൈഡിൽ ലൈറ്റ് ബ്ലൂ ജെക്കിൻസിൻ്റെ കൂടെയാണ് സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് ബോട്ടംസിൻ്റെ കൂടെ ഇത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇതിൽ ചെറുതായിട്ട് ബ്ലാക്ക് കളറും വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബോട്ടംസിൻ്റെ കൂടെ നമുക്കിത് പെയർ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ബ്ലൂ കളറിൽ ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള കുർത്തിയാട്ടോ. പ്ലീറ്റ്സ് വരുന്നതാണ്. ഫ്രണ്ടിൽ പ്ലീറ്റ്സ് മേളിലേക്ക് കയറിയിട്ടാണ്. ആൻഡ് ബാക്കിൽ സ്ട്രെയിറ്റ് ആട്ടോ പ്ലീറ്റ്സ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഒരു ഇത്രയും വീതിയിൽ പടിയുണ്ട്. ആൻഡ് ഇവിടെ ചെറുതായിട്ട് ചുരുക്കം വരുന്നുണ്ട്. ആൻഡ് നെക്കാണെങ്കിൽ റൗണ്ട് നെക്കാണ്. ആൻഡ് ഇവിടെ ഇങ്ങനെ വള്ളി കെട്ടാണ്ട്. ഇത്രയും ലെങ്ത് ആണ് വരുന്നത്. കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആട്ടോ അത് വെയർ ചെയ്യാൻ. നമുക്കാണെങ്കിൽ ഈ കുർത്തിയൊക്കെ ഞാൻ നേരത്തെ കാണിച്ച ഈ കുർത്തിയൊക്കെ ഈ റിലാക്സർ ഫിറ്റ് ആയിട്ടുള്ള കുർത്തി പാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പല കളേഴ്സൊക്കെ അത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇത് പർച്ചേസ് ചെയ്ത് 666 റുപ്പീസിനാണ്. പിന്നെ ഇത് ലിബാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. നേരത്തെ കാണിച്ച കുർത്തിയും ലിബാസ് എന്ന് പറഞ്ഞ ബിൻ്റെ ആണ്. പിന്നെ നേരത്തെ കുർത്തിയും ഈ കുർത്തിയും A-ലൈൻ കുർത്തിയാണ്. സൈഡിൽ സ്ലിറ്റ് ഒന്നും രണ്ടിനും വരുന്നില്ല. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് പ്രിൻ്റഡ് കുർത്തിയാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാട്ടോ. ഇതിലാണെങ്കിൽ ഓഫ് വൈറ്റ് കളറിലാട്ടോ പ്രിൻ്റ് വരുന്നത്. ആൻഡ് ഇവിടെ ആണെങ്കിൽ വൈറ്റ് കളറിൽ ലേസ് പോയിട്ടുണ്ട്. പിന്നെ മാന്ത്രിൻ കോളറാണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഉണ്ട്. ഇത്രയും വരെ ഉള്ളൂ കേട്ടോ, ഇവിടെ ഇല്ല. A-ലൈൻ കുർത്തിയാണ്. സൈഡിൽ സ്ലിറ്റ് ഇല്ല. 3/4 സ്ലീവാണ്. ആൻഡ് സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ പടിയുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ട് ചുരുക്കമുണ്ട്. ബാക്കിലാണെങ്കിൽ പ്ലീറ്റ്സ് ഒന്നും വരുന്നില്ല കേട്ടോ. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് ഞാൻ മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 666 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്ലൂ കളർ പ്രിൻ്റഡ് കുർത്തിയാണ്. ഫ്ലോറൽ പ്രിൻ്റാണ്. വീനെക്കാണ് വരുന്നത്. പിന്നെ ഇതിനാണെങ്കിൽ ഇവിടെ ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. ഒരു പടിയുണ്ട് ഇവിടെ, നെക്കിൻ്റെ ഇവിടെ ഉണ്ട്. സെയിം സ്ലീവ്സിൻ്റെ അറ്റത്തും വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. 3/4 സ്ലീവാണ്. ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലെയർ വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്ലെയർ ആട്ടോ.
പിന്നെ ഈ ഒരു പടി താഴെ വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. എ ലൈൻ കുർത്തിയാണ്. അപ്പോൾ അത് മീഡിയം സൈസ് ആണ്, എനിക്ക് കറക്റ്റ് ആണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 697 റുപ്പീസിനാണ്. പിന്നെ ഇത് ലിബാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഷെഫ്ലി ഡീറ്റെയിലിംഗ് വരുന്ന കുർത്തിയാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഫ്ലോറൽ എംബ്രോയ്ഡറി വരുന്നുണ്ട്. 3/4 സ്ലീവാണ്. ആ ഒരു എംബ്രോയ്ഡറി മേളിൽ മാത്രമല്ല, സ്ലീവ്സിലും ഇവിടെ താഴത്തേക്കില്ല കേട്ടോ. ഇവിടെ ആണെങ്കിൽ സ്ട്രെയിറ്റ് പ്ലീറ്റ്സ് വരുന്നുണ്ട്. എ ലൈൻ കുർത്തിയാണ്. ഇത്ര കേട്ടോ ലെങ്ത്ത്. ഇതൊരു ഓഫ് വൈറ്റ് കളറാട്ടോ. ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത 684 റുപ്പീസിനാണ്. ഞാൻ മേടിച്ച സൈസ് മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് നമുക്കിതൊരു ലൈറ്റ് ബ്ലൂ ജീൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഒരു കാഷ്വൽ വെയർ ആയിട്ടും സ്റ്റൈൽ ചെയ്യാം. പിന്നെ നമുക്കിതൊരു പാർട്ടി വെയർ ആയിട്ടും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ മോഡൽ ഓഫ് വൈറ്റ് കളറിൽ ഈ ഒരു മോഡൽ വരുന്ന പാൻസ് ഉണ്ട്. കുറച്ച് ലൂസ് ആയിട്ടുള്ള പാൻസ്. അപ്പോൾ അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്ത അടിപൊളിയായിരിക്കും. പിന്നെ വേറൊരു ഡിസൈനിൽ ഇങ്ങനത്തെ കോഡ് സെറ്റ് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു കുർത്തിയും പിന്നെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാൻസും അല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആട്ടോ. നമുക്കതൊരു പാർട്ടി വെയർ ആയിട്ട് സ്റ്റൈൽ ചെയ്യാം. നമുക്കതിൻ്റെ കൂടെ ഹെവി ആയിട്ടുള്ള ഈ സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഇല്ലേ, അപ്പോൾ വലിയ സിൽവർ ഓക്സിഡൈസ്ഡ് ഇയറിങ്സ്, പിന്നെ വലിയ ബാംഗിൾസ്, അതിൻ്റെ കൂടെ ഇത് ആ ഒരു കോഡ് സെറ്റ് സ്റ്റൈൽ ചെയ്ത അടിപൊളിയായിരിക്കും. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നേരത്തെ കാണിച്ച ഒരു മോഡൽ കുർത്തിയാണ്. നേരത്തെ ഞാൻ കാണിച്ച ഷെഫ്ലി മോഡലല്ലേ, ഇതിലാണെങ്കിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ്. ഞാൻ ക്ലോസപ്പിൽ ഈ എംബ്രോയ്ഡറി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ്. ഇതിലാണെങ്കിൽ ഇങ്ങനെ സ്വീക്കൻസ് വരുന്നുണ്ട്. സെയിം ആ മോഡൽ ഇവിടെ പടിയായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഉണ്ട്. 3/4 സ്ലീവാണ്. റൗണ്ട് നെക്ക് കേട്ടോ. പിന്നെ ബാക്കിലാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ഹോള് പോലെയുണ്ട്. ഇവിടെ കൊളുത്തുണ്ട്. ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആട്ടോ. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. ഫ്രണ്ടിലും സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. എ ലൈൻ കുർത്തിയാണ്. ഇത്ര കേട്ടോ ലെങ്ത്ത് വരുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വൈറ്റ് ഈ ഒരു സെയിം ഓഫ് വൈറ്റ് ബോട്ടംസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഒരു പാർട്ടി വെയർ ആയിട്ടും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഞാൻ അത് മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ടുള്ള 703 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടെർക്കോയ്സ് കളറിലുള്ള കുർത്തിയാണ്. ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ഇവിടെ ആണെങ്കിൽ പടി വെച്ചിട്ടുണ്ട്. ബാക്കിലും ഉണ്ട് കേട്ടോ. വീനെക്കാണ്. സെയിം പടി കൈയിൻ്റെ അറ്റത്തും വരുന്നുണ്ട്. പിന്നെ താഴെ ഉണ്ട് കേട്ടോ. താഴെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കിലില്ല. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്ന എ ലൈൻ കുർത്തിയാട്ടോ. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഞാൻ മേടിച്ച സൈസ് മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ഇതും ലിബാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 555 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന വിശുദ്ധ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു ടോപ്പാണ്. മൊത്തം പ്രിൻറ്റഡ് ആട്ടോ. ആൻഡ് 3/4 സ്ലീവാണ്. നെക്കിൻ്റെ ഇവിടെ ആണെങ്കിൽ ഒരു ഹോൾ ഉണ്ട് കേട്ടോ. ഇവിടെ ബട്ടൺസും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്ലെയർ വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ പ്ലീറ്റ്സ്. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ഇത്രയുണ്ട് കേട്ടോ ലെങ്ത്ത്. കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 379 റുപ്പീസിനാണ്. ഞാൻ മേടിച്ച സൈസ് മീഡിയം സൈസ് ആട്ടോ, എനിക്ക് കറക്റ്റാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.